With gratitude in our hearts, let us call our parish trustee, Synod Augustine, to share his warm words of welcome. Good evening, everyone. സ്നേഹം നിറഞ്ഞ വൈദികരെ, ഞങ്ങളുടെ ശ്രദ്ധ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവർക്കും വിശുദ്ധ യോസേപ്പിതാവിൻ്റെ തിരുനാൾ ആശംസകൾ. ഈ തിരുനാളിനനുസരിച്ചുള്ള കുട്ടികളുടെ കലാപരിപാടികളിലേക്കും സ്നേഹവിരുന്നിലേക്കും നിങ്ങളെ ഏവരെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അതിനു മുമ്പ് നമ്മുടെ ഈ മിഷൻ്റെ തുടക്കത്തെപ്പറ്റി ഒരു 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. 2009 ജനുവരി 29 ഒരു ഫാദേഴ്സ് ഡേക്ക് നമ്മളെല്ലാവരും മനോജേട്ടൻ എന്ന് വിളിക്കുന്ന ഡോക്ടർ മനോജിൻ്റെ വീട്ടിൽ ഫിലാഡൽഫിയ സെന്റ് തോമസ് റമന ചർച്ചിലെ വികാരിയായിരുന്ന ഫാദർ ജോൺ മേലേപ്പുറത്തിൻ്റെ കാർമ്മികത്വത്തിൽ നമ്മളൊരു ഹെർഷി മിഷൻ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്ത മിഷനാണ് ഇപ്പോൾ ഈ നിലയിലെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളി കിട്ടണമെന്നപ്പോൾ ഇവിടെ ഇത്രയും മനോഹരമായ ഒരു പള്ളി നമ്മൾ കിട്ടി. അതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 2015 അങ്ങാടിയത്ത് പിതാവ് നമ്മുടെ മിഷന് സെൻറ് ജോസഫ് മിഷൻ എന്ന് നാമകരണം ചെയ്തു. അതിനുശേഷമാണ് 2021 ഡിജോ അച്ഛനെ മിഷൻ്റെ ഡയറക്ടറായിട്ട് നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് മിഷനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അത് ആ വളർച്ചയിൽ സഹായിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം പ്രത്യേകം ഉപയോഗിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫൗണ്ടിങ് മെമ്പേഴ്സായിരുന്ന ഡോക്ടർ മനോജേട്ടൻ്റെ ഫാമിലിയെ പ്രത്യേകം സ്മരിക്കുന്നു. അതുപോലെ നമ്മുടെ ഇവിടുത്തെ പ്രീവിയസ് വികാരിയച്ഛന്മാരായിരുന്ന ഫാദർ ജോൺ മേലേപ്പുറം, അഗസ്റ്റിൻ പാലക്കപ്പറമ്പിൽ, ഫാദർ ജോണിക്കുട്ടി പുലിശ്ശേരി, ഫാദർ വിനോദ് മടത്തിപ്പറമ്പിൽ, കുര്യാക്കോസ് കുമ്പക്കിൽ, അതുപോലെ MSF ഫാദർ ജോൺ സിറിയ എന്നിവരെയും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ തിരുക്കന്മാർക്ക് മുഖ്യ കാർമ്മികനായി തിരുനാൾ സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിച്ച ഫൊറാന വികാരി ഫാദർ ജോർജ് നാനുവല്ലച്ചനാണ്. അച്ഛനെ തിരക്കാരണം പെട്ടെന്ന് പോകേണ്ട വന്നുകൊണ്ട് നേരത്തെ പോയി. അച്ഛനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തത് ഇന്നത്തെ ചടങ്ങിൽ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ജെയിംസ് ചാലങ്ങാടി അച്ഛനാണ്. അച്ഛൻ ഇവിടുത്തെ എസ്റ്റൻ പള്ളിയിലെ വികാരി അച്ഛനാണ്. അച്ഛനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജെയിംസ് ചാലങ്ങാടി. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ തിരുനാൾ കുർബാനയ്ക്ക് സഹകാർമ്മികനാകുകയും ഈ ചടങ്ങിന് അധ്യക്ഷനായി ഇവിടെ എത്തിച്ചേർന്ന ബെന്നി അച്ഛനാണ്. ബെന്നി അച്ഛൻ ഗെറ്റീസ്ബർഗിലെ സെൻറ് ജോസഫ് ദ വർക്കർ പാരീഷിൻ്റെ പാസ്റ്ററായി വർക്ക് ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരു മണിയും കൂടെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബെന്നി അച്ഛനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ബെന്നി ജോസ്. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിളിച്ചിരുന്ന മറ്റെല്ലാ വൈദികരെയും ചടങ്ങിൽ സ്വാഗതം ചെയ്യിക്കുന്നു. പ്രത്യേകിച്ച് അഗസ്റ്റിൻ മണ്ണാപറമ്പിൽ MSFS വികാർ സെൻറ് പീറ്റേഴ്സ് ചർച്ച് കൊളംബിയ നമ്മുടെ കൂടെ ഇന്നത്തെ ചടങ്ങിൽ എത്തിച്ചേർന്ന അഗസ്റ്റിൻ അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ ഫാദർ സെന്റ് ആൻസ് ബൈസന്റിങ് ചർച്ചിലെ ഫാദർ ടാറാസ് ഗോവസ്കയാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും
എന്ത് കോളോ പള്ളി എപ്പോൾ ചോദിച്ചാലും ഒരു മടിയും കൂടാതെ നമുക്ക് തരുന്നത്. ഇതിനു മുമ്പുള്ള അച്ഛന്മാര് പല കാര്യത്തിലും റിസർവ്ഡായിരുന്നു, നമുക്ക് തരാൻ അച്ഛൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അച്ഛൻ നമുക്ക് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. അച്ഛനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സ്വാധീനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഡിജോ അച്ഛനാണ്. മിഷൻ ഡയറക്ടറാണെങ്കിൽ ഞങ്ങൾക്ക് വികാരി അച്ഛൻ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കാൻ നമുക്കിവിടെ ഒത്തുകൂടാൻ സാധിച്ചത് തന്നെ ഡിജോ അച്ഛൻ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. മിഷൻ ഡയറക്ടറായി ഒരു വികാരി അച്ഛൻ്റെ എല്ലാവിധ കടമകളും സ്വയം ഏറ്റെടുത്ത് നമ്മുടെ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡിജോ അച്ഛനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഫിലാഡൽഫിയ പള്ളിയിൽ നിന്ന് എത്തിച്ചേർന്ന ട്രസ്റ്റിമാരാണ്. ജോസ് തോമസ്, സജി സെബാസ്റ്റ്യൻ, ജെറി കുരുവിള. തിരുനാൾ പ്രദർശനത്തിന് എല്ലാവിധ സഹായവും നൽകി നമ്മളെ അവിടുന്ന് പ്രദർശനത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് പിരിയുന്നതാണ്. അതിലൊരു 10 കൂടെ അവരോട് വെച്ചിട്ട് പോയി. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവര് പോയോ? നമ്മുടെ മിഷന്റെ ബേസ് തന്നെ ഫിലാഡൽഫിയാണ്. ഇപ്പൊ സെന്റ് ജോസഫിന്റെ രൂപത്തിന്റെ ബേസ് നമുക്ക് തരണമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്ക് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങളവിടെ ബാക്കി വരുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ, അതുപോലെ അടുത്ത വർഷത്തെ പ്രദർശനത്തിന് ഒരു സ്വർണ്ണ കുരിശ് കൂടി തരികയാണ്. വളരെ സഹായമായിരിക്കും. അവരെ പ്രത്യേകം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിഷന്റെ ഒരു ചെറിയൊരു ടോക്കൺ സെന്റ് തോമസ് പള്ളിയിലേക്ക് നൽകാൻ വേണ്ടി വിവേകനെ ക്ഷണിക്കുന്നു. ട്രസ്റ്റിമാരെ പ്ലീസ് ഇങ്ങോട്ട് വാ. അതുപോലെ ഈ അവസരത്തിൽ സിബി ചേട്ടനെ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ പ്രദർശന സ്ഥാനങ്ങളെ എടുത്തു കൊടുത്തുള്ളത് സിബി ചേട്ടനാണ്. സിബി ചേട്ടനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ സഹകരണം നിങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്തതായി സഹായം ചെയ്യുന്നത് നമ്മുടെ തിരുനാളിൽ പങ്കെടുക്കാൻ ദൂര സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന പ്രത്യേകിച്ച് ഫിലാഡൽഫിയിൽ നിന്നും പല ഫാമിലി എത്തിയിട്ടുണ്ട്. അവരെ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ മിഷനിൽ തന്നെ കുറച്ച് പുതിയ ഫാമിലി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കോ പ്രസിഡന്റിയായ ജയ്മോൻ ആൻഡ് ഫാമിലി. അവർ അവസാന നിമിഷം മുന്നോട്ട് വന്ന് ഇതിന് പ്രസിഡന്റിയായിട്ട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ ഫാമിലികളും, പുതുതായിട്ട് ആൾക്കാർ വരുന്നു എന്നുള്ളവരല്ല, വരുന്ന ഫാമിലി എല്ലാം നന്നായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു സഹകരണമായിരിക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ബലത്തിലാണ് ഞങ്ങളുടെ മിഷൻ വളരുന്നത്. താങ്ക് യു. അതുപോലെ നമ്മുടെ മിഷനിൽ പുറത്ത് നിന്ന് ഹാരിസ്ബർഗിലെ കുറച്ച് ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. ജോസി ചേട്ടൻ, അങ്ങനെ ഫാമിലി എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഈ തിരുനാൾ ഭംഗി നടത്താൻ എല്ലാവിധ സഹായവും നൽകി സഹകരിക്കുന്ന നമ്മുടെ മിഷനിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും, ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ റെഡിയായിരിക്കുന്ന നമ്മുടെ കുട്ടികളെയും ഈ ചടങ്ങിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈ ശക്തമായ മധ്യസ്ഥയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു.